എൻ്റെ മച്ചുനൻ ഒരു രാമൻകുട്ടിയുണ്ട്. രാമൻകുട്ടി DGP. ഇനിയിപ്പോൾ രാമൻകുട്ടി സ്പെഷ്യൽ DGP എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ യു ആർ ഡിഫീറ്റിംഗ് ദ ഹോൾ സിസ്റ്റം, ഇസ് ഇറ്റ് നോട്ട്? ഇവിടെ UDF ആണോ LDF ആണോ ഇത് ആരായാലും ചോദിച്ചു. ഏത് മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിലും ഇതിൽ കേസ് എമർജ് ചെയ്യും, നമ്മുടെ പോയിന്റ് നമ്മൾ പ്രസ് ചെയ്യും. അത് ഇഷ്യൂ ഓഫ് പ്രിൻസിപ്പിളാണ്. ഞാൻ എഴുതിയ പരീക്ഷ തന്നെയാണ് IPS ഓഫീസേഴ്സ് പാസ്സായത്. എന്നെ DGP ആക്കുമോ? എല്ലാത്തരം പ്രൊഡേറ്റേഴ്സിനെയും ഞാൻ സർവീസിൽ കണ്ടിട്ടുണ്ട്. എല്ലാത്തരം പണം ആവശ്യമുള്ളവർ, സ്ത്രീകളെ ആവശ്യമുള്ളവർ, എല്ലാത്തരം അബ്യൂസസും ചെയ്യുന്നവർ. ഐ ഹാവ് ടോൾഡ് ദിസ് ഈവൻ ടു ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് വൺസ്. ഐ കൺസിഡർഡ് യുവർ റിക്വസ്റ്റ്, കാൺ ബി ഡൺ. എന്ത് ചെയ്യാൻ? ഞാനിവിടെ തന്നെ ഇരിക്കുകയില്ല. ഒന്നിലധികം വെപ്പൺസ് കൈ എത്തുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അങ്ങനെ ഒരു 25 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പേടിയുണ്ടാവുമോ? പരീക്ഷയൊക്കെ എഴുതി ജയിച്ച് ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് വരുന്ന ആളുടെ കാര്യം ഞാൻ പറയുന്നത്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു, അതിനകത്ത് എഴുതി ഐ ഹാവ് സം പ്രൈവറ്റ് അഫയേഴ്സ് ടു അറ്റൻഡ് ടു. അല്ല, ഈ പ്രൈവറ്റ് അഫയേഴ്സ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി തരണം. ചോദിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഓൺ ആൻ ആവറേജ് പൊളിറ്റീഷ്യൻസ് ആർ ബെറ്റർ പീപ്പിൾ ദാൻ സിവിൽ സർവൻസ്. സെക്രട്ടറി പദവിയിലിരിക്കുന്ന പല ഉദ്യോഗസ്ഥരും കൃത്യമായ നിയമവശങ്ങൾ പലരും പഠിക്കാതെയാണ് സാർ ഓരോ ഉത്തരവുകൾ. അത് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പിശക് സംഭവിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യേണ്ടത് ആരാണ്? പിശകാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ വിധി ഞാൻ തന്നെ പറയല്ല. പക്ഷേ ഗവൺമെൻറ് സർവൻ്റായിട്ടിരിക്കുന്ന ആളിനെ അത് റിയലൈസ് ചെയ്യാതെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയോഗിച്ചെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത ആളുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? അതാരാ ഫിക്സ് ചെയ്യേണ്ട? അവരെ നിയമിച്ചവർ നോക്കിയാൽ മതി. വിരമിച്ച ശേഷം IAS ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ ഉന്നത പദവികളിലേക്ക് വഹിക്കുന്ന ആ ഒരു നിലപാടിനോടുള്ള അങ്ങയുടെ ഒരു പൊതുവായുള്ളൊരു അഭിപ്രായം? അഭിപ്രായം വളരെ സിമ്പിളാണ്. ദെർ ആർ ടു തിങ്സ് ഹിയർ. ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് സർവീസ് ആയാലും ഓൾ ഇന്ത്യ സർവീസ് ആയാലും അതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കേഡറിങ് എന്നാണ് പറയുക. അതായത് നിശ്ചിത യോഗ്യതയുള്ള ആളിനെ നിശ്ചിത പോസ്റ്റ് വഹിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ IAS വന്നാൽ 30 വർഷം കഴിഞ്ഞാലേ എനിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് വഹിക്കാൻ പറ്റുള്ളൂ. 30 years റെസിഡൻസി വേണം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഗ്രാജുവേഷൻ കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്പെഷ്യൽ ചീഫ് സെക്രട്ടറി 1 ഇരിക്കട്ടെ, മാത്തുക്കുട്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളെ കയറ്റി ഇരുത്തിയാൽ പിന്നെ ഈ സിവിൽ സർവീസിൻ്റെ ഇൻറ്റഗ്രിറ്റി അവിടെ പോയില്ലേ? മാത്തുക്കുട്ടിയും ചീഫ് സെക്രട്ടറി, പ്രീ ഡിഗ്രി പാസ് മാത്തുക്കുട്ടിയും ചീഫ് സെക്രട്ടറി, അഖിലേന്ത്യാ സർവീസിൽ ഡോക്ടറേറ്റും മാസ്റ്റേഴ്സും ഉള്ള ആൾക്കാർ 30 കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ആളും ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിൽ ദാറ്റ് സിസ്റ്റം വർക്ക്? ഇത് മുഴുവൻ തുടങ്ങിയത് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. 48 പ്രീമിയേഴ്സ് കോൺഫറൻസിൽ നെഹ്റുവും സർദാർ പട്ടേലും ചെന്ന് പറഞ്ഞു. അന്ന് ഒരേ കാര്യം പറഞ്ഞുള്ളൂ, എന്തിനാണ് ഈ ഓൾ ഇന്ത്യ സർവീസിനെ ഉണ്ടാക്കിയത് സ്റ്റേറ്റുകളിൽ? സ്റ്റേറ്റ് സർവീസ് പോരെ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരള ഗവൺമെൻറ്റിൽ 5.5 ലക്ഷം ആൾക്കാരുണ്ട് ഇൻ ദ ഗവൺമെൻറ്, ലോവസ്റ്റ് കാറ്റഗറി തൊട്ട്. അതിൽ 100 IASകാരെ ഒരു സമയത്ത് കേരളത്തിലുള്ളൂ. IPS അതിലും കുറവാണ്. എല്ലാം കൂടെ 300 പേരിൽ താഴെയാണ് നിങ്ങൾ ഈ ലയണൈസ് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 300 പേരെ കൊണ്ട് കേരള ഗവൺമെൻറ്റിലെ എല്ലാ ഫോർമേഷൻ ഓഫീസും പ്രവർത്തിക്കുമെന്ന്? ഇല്ല. പക്ഷേ അവർ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? അവരാണ് കീ പോസ്റ്റുകളിൽ മുഴുവൻ ഇരിക്കുന്നത്. ചീഫ് സെക്രട്ടറി, സെക്രട്ടറീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അപ് ടു ദ സബ് ഡിവിഷൻ ലെവൽ. കീ കൺട്രോളിംഗ് പൊസിഷൻസിൽ മുഴുവൻ ഓൾ ഇന്ത്യ സർവീസിന് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡിപ്ലോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യം കൊണ്ടാണ്. അന്ന് സർദാർ പട്ടേൽ എഴുതി കൊടുത്ത റെസൊല്യൂഷൻ ഉണ്ട് പ്രീമിയേഴ്സ് കോൺഫറൻസിൽ. അതിലൊരൊറ്റ പർപ്പസേ പറഞ്ഞിട്ടുള്ളൂ, ഇൻ ഓർഡർ ടു സ്റ്റാൻഡർഡൈസ് ദ അഡ്മിനിസ്ട്രേഷൻ അക്രോസ് ദ സ്റ്റേറ്റ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മേഘാലയ പറയുകയാണ് 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരെ ഓരോ സ്റ്റേറ്റിലും ഓരോ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു 1950. അപ്പോൾ മേഘാലയ പറയുകയാണ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റിൽ ജില്ലാ കളക്ടർ ആവാൻ 10ാം ക്ലാസ് മതി. കേരളത്തിൽ പറയുകയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വേണം. ഇനി മഹാരാഷ്ട്ര പറയുകയാണ് അല്ല, MBAക്കാരെ ഇവിടെ കളക്ടറാക്കുള്ളൂ. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ആശയവിനിമയം കൃത്യമായിട്ട് നടക്കുമോ? ഇന്ത്യ ഒട്ട് കോടി നടക്കുന്ന ഒരു ക്രിമിനൽ, ഇയാളെ അമർച്ച ചെയ്യേണ്ട പോലീസ് സൂപ്രണ്ടുമാർ കുറേ പേര് ഹിന്ദി മാത്രം പറയുന്നവരും, കുറേ പേര് തെലുങ്ക് മാത്രം പറയുന്നവരും, കുറേ പേര് മലയാളം മാത്രം പറയുന്നവരും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോ ആൻഡ് ഓർഡർ സെക്യൂരിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് വാസ് എ സിമ്പിൾ പർപ്പസ്. ആ പോസ്റ്റുകളെയാണ് IPS കേഡറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യു സീ ദ പ്രിൻസിപ്പിൾ. അവർ ട്രൈ ലാംഗ്വേജ് ഉണ്ടാവും, മാതൃഭാഷ ഹിന്ദി, മലയാളം. അവർക്ക് ബേസിക് പോലീസ് ട്രെയിനിങ് ഉണ്ടാവും, ബേസിക് മാനേജീരിയൽ ട്രെയിനിങ് ഉണ്ടാവും. അവർ ജമ്മു കാശ്മീരിലിരിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസും കൊച്ചിയിലിരിക്കുന്ന പോലീസ് കമ്മീഷണറും തമ്മിൽ അവർ ഫോൺ എടുത്താൽ അന്യോന്യം അവർക്ക് ടക്കേന്ന് അവർക്ക് കോൺടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതൊരു ഫെഡറൽ ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനെ സ്റ്റേറ്റിൽ ഏതൊക്കെ പോസ്റ്റിൽ IPSകാരെ ഇരുത്തണമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ നാളെ പറയുകയാണ് ഓക്കെ DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. എൻ്റെ മച്ചുനൻ ഒരു രാമൻകുട്ടിയുണ്ട്. രാമൻകുട്ടി DGP. ഇനിയിപ്പോൾ രാമൻകുട്ടി സ്പെഷ്യൽ DGP എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ യു ആർ ഡിഫീറ്റിംഗ് ദ ഹോൾ സിസ്റ്റം, ഇസ് ഇറ്റ് നോട്ട്? ഇല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ
ചീഫ് സെക്രട്ടറി ആയിട്ട് വയ്ക്കുക. എന്തുകൊണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് പിന്നെ റിട്ടയർ ചെയ്ത കേരളത്തിലെ റവന്യൂ ഓഫീസറെ വെച്ചുകൂടെ? ഡിസ്ട്രിക്ട് കളക്ടർ ജനറൽ എന്നായിരിക്കും ഇനി ഡിസ്ട്രിക്ട് കളക്ടറെ ഇനി പോലും വെക്കുന്നില്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റും തുടങ്ങി കഴിഞ്ഞാൽ ഈ സിസ്റ്റം മുഴുവൻ കൊലാപ്സ് ചെയ്യത്തില്ലേ? അപ്പോൾ ഇത് ലാർജർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളതിനെ ചോദ്യം ചെയ്യുന്നത്. ഇത് തന്നെയാണ് സ്റ്റേറ്റ് സർവീസിലെ അവസ്ഥ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ PWD, അപ്പോൾ നാളെ തൊട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആളിന് യോഗ്യതയില്ല എന്നാൽ നമ്മൾ പറയുകയാണ് അത് ഇനി മുതൽ ചീഫ് എഞ്ചിനീയറുടെ പോസ്റ്റ് ഫില്ല് ചെയ്യുന്നില്ല, സ്പെഷ്യൽ ചീഫ് എഞ്ചിനീയർ എൻ്റെ മച്ചുനൻ വീരാൻകുട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ സർവീസസ് മുഴുവൻ കൊളാപ്സ് ചെയ്യത്തില്ലേ? അത് തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ലാർജർ റാമിഫിക്കേഷൻസ് ഉള്ള വളരെയധികം പ്രത്യാഘാതങ്ങളുള്ള ചെയ്തുകൂടാത്ത കാര്യമായതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല അതിനകത്ത് വേറെ ഇഷ്യൂ ഒന്നുമില്ല. ABC നമുക്ക് ഇഷ്ടപ്പെടുമോ, ഇന്ന ഗവൺമെൻറ് ഇരിക്കുന്നുണ്ടോ, ഇവിടെ UDF ആണോ LDF ആണോ, ഇത് ആരായാലും ചോദ്യം ചെയ്യും. ഏത് മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇതിൽ കേസ് എമർജ് ചെയ്യും, നമ്മുടെ പോയിന്റ് നമ്മൾ പ്രസ് ചെയ്യും. അത് ഇഷ്യൂ ഓഫ് പ്രിൻസിപ്പിളാണ്. കാരണം അത് ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ മൊത്തം, ഈ ഫെഡറൽ സ്ട്രക്ചറിലെ സർവീസസിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. അല്ല അതുകൊണ്ടാണ് അത് ടേക്കപ്പ് ചെയ്ത് ഇപ്പോൾ എല്ലാ IAS അസോസിയേഷൻസും സീരിയസ് ആയിട്ട് വാച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം കേഡറിനകത്തോട്ട് എൻക്രോച്ച്മെൻറ്റ്സ് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റാനുള്ളൊരു ശ്രമം. നിങ്ങൾ ചോദിച്ചാൽ റിട്ടയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: റിട്ടയർ ചെയ്യുന്ന ആൾ കേഡർ ചെയ്തിരിക്കുന്ന പൊസിഷൻസിൽ വരാൻ പറ്റില്ല. ഡയറക്ടർ IMG പറ്റില്ല, അത് കേഡർ ചെയ്തിരിക്കുന്ന പൊസിഷനാണ്. ഡയറക്ടർ കില ഇഷ്യൂ ഉണ്ട്, അത് പക്ഷേ ഇപ്പോൾ IASകാരനെ വെച്ചു. കമ്മീഷണർ ഓഫ് എക്സൈസ് IPS ഓഫീസറെ വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് എൻ IAS ഓഫീസറിൻ്റെ പോസ്റ്റാണ്. IPS ഓഫീസറിൻ്റെ കേഡർ ലിസ്റ്റിലുള്ളതല്ല. അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലോട്ട് കേസ് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വിരമിച്ച IAS IPS ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റ് ചെയ്യാവുന്ന, അതിന് നിയമം, അതിൻ്റെ ചട്ടക്കൂട് അനുവദിക്കുന്ന അത്തരം എലിജിബിളായ പോസ്റ്റുകളുമുണ്ട്. ഇല്ല, കേരളം തന്നെ IAS IPS IFS ഞങ്ങൾക്ക് ഇത്ര പോസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യ സർക്കാരിൽ പോയി എല്ലാ 5 കൊല്ലവും നോട്ടിഫിക്കേഷൻ ഇറക്കും. 126 പോസ്റ്റ്, 216 പോസ്റ്റ് കേരള സർവീസിൽ 216 പോസ്റ്റ് IASന് എൻകേഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സമയത്ത് ഒരു 100 പേരൊക്കെ സ്റ്റേറ്റിൽ കാണുള്ളൂ, കാരണം ബാക്കിയുള്ളവർ സ്റ്റേറ്റിന് പുറത്തായിരിക്കും. അങ്ങനെ എൻകേഡർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് സെൻറ്റർ ഓൾ ഇന്ത്യ സർവീസ് ആക്റ്റിൽ നോട്ടിഫൈ ചെയ്ത് എൻകേഡർ ചെയ്തിരിക്കുന്ന പോസ്റ്റിൽ വിരമിച്ച ആൾ വന്ന് കയറിയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു അബ്യൂസ് ഓഫ് ലോ വേറെ ഉണ്ടോ? അയാൾക്ക് വിരമിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെമ്പർ ഓഫ് ദ സർവീസ് അല്ല. 60 വയസ്സ് തികയുന്ന മാസം അവസാനത്തെ ദിവസം 5 മണിക്ക് നിങ്ങളെ സർവീസിൽ നിന്ന് റിലീവ് ചെയ്തു. യു ഹാവ് നോ പ്രിവിലേജ് ആസ് എ മെമ്പർ ഓഫ് ദ സർവീസ്. നിങ്ങളുടെ സ്റ്റാറ്റസ് UPSC പരീക്ഷ എഴുതിയ അവസ്ഥയിലാണ്. അതായത് നിങ്ങൾ തിരിച്ച് day 1 പോയി. യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ സർവീസ്. യു ഹാവ് ഓൺലി ഫ്രണ്ട്സ് ഇൻ ദ സർവീസ്, നോ കൊളീഗ്സ് ഇൻ ദാറ്റ് സെൻസ്. അങ്ങനെ നിൽക്കുന്ന ആൾ ഞാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അയ്യോ അച്ഛാ പോകില്ലേ എന്ന് പറയേണ്ടി വരികയല്ലേ. അങ്ങനെ ആരും പോകത്തില്ലെങ്കിൽ ബാക്കി ആർക്കെങ്കിലും പ്രൊമോഷൻ കിട്ടുമോ? ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ചീഫ് സെക്രട്ടറി പറയുന്നത് കുറച്ച് കാലം കൂടി ഇരിക്കാനൊരു മോഹമുണ്ട്, എന്നെ ദയവ് ചെയ്ത് പറഞ്ഞയക്കരുത്, ഞാൻ നാളെ കൂടെ വന്നോട്ടെ എന്ന് ഇത് അനുവദിച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം മുന്നോട്ട് പോകുമോ? സാധിക്കില്ല. സാധിക്കില്ല എന്ന് പറയുന്നത് നല്ലത്. ശരിക്കും ഇപ്പോൾ കേരളത്തിൽ അതൊരു കീഴ്വഴക്കമായി മാറിയതുപോലെ. ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്റ്റേറ്റിന് കേഡറിന് പുറത്തുള്ള പോസ്റ്റ് ആർക്ക് കൊടുക്കുന്നതിന് ആർക്കും തർക്കമില്ല. ഇപ്പോൾ കിഫ്ബിയുടെ CEO IASൻ്റെ കേഡറല്ല, അവിടെ ആരും തർക്കിക്കാൻ വരുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിട്ടയർ ചെയ്ത ഒരു IAS ഓഫീസറെ അവിടെ ദേവസ്വം ബോർഡ് ഞങ്ങൾ ദാറ്റ്സ് ഓക്കെ. അതെല്ലാം കമേഴ്ഷ്യൽ കോർപ്പറേറ്റ് പൊസിഷൻസാണ്. ഗവൺമെൻറ്റിന് ഫുൾ ഫ്രീഡം ഉള്ള, അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് ഫുൾ ഫ്രീഡം ഉള്ള പൊസിഷൻസാണ്. അവിടെ ആരും വഴക്കിന് വരുന്നില്ല. പക്ഷേ അത് വയ്ക്കുന്ന പോരാതെ സെർവിങ് ഓഫീസേഴ്സിൻ്റെ പിന്നെ ഇത് ഏതെങ്കിലും സർവീസ് സമ്മതിക്കുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ എഴുതിയ പരീക്ഷ തന്നെയാണ് IPS ഓഫീസേഴ്സ് പാസ്സായത്. എന്നെ DGP ആക്കുമോ? ഞാൻ പറയുകയാണ് എനിക്ക് ലോ ആൻഡ് ഓർഡറിലൊക്കെ നല്ല താല്പര്യമുണ്ട്, വളരെ ഫെയർ ആയിട്ടുള്ള സിവിൽ സർവൻ്റാണ്, ഞാൻ ഇതുവരെ ജയിച്ചിട്ടുണ്ട്. പോട്ടെ, അത് പോട്ടെ. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ആക്കുമോ? എന്തുകൊണ്ടായിക്കൂടെ? എനിക്ക് ഇരിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണറേക്കാൾ കൂടുതൽ റാങ്ക് ഉണ്ടല്ലോ സിവിൽ സർവീസിൽ. എനിക്കതിന് എലിജിബിലിറ്റി ഇല്ല. ബിക്കോസ് ഐ ആം നോട്ട് ട്രെയിൻഡ് ആസ് എ പോലീസ് ഓഫീസർ. ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് ഇൻ പോലീസിങ്. ജില്ലാ പോലീസിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു IPS ഓഫീസർക്ക് കമ്മീഷണർ ഓഫ് പോലീസായിട്ട് ഇരിക്കാൻ പറ്റൂ. ഞാൻ ക്രിമിനൽ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിമിനൽസിന് വലിയ രക്ഷയായി പോകും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ചെയ്യാൻ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് വാശി പിടിക്കുന്നതിനാ. അപ്പോൾ ഇപ്പോൾ നിലവിൽ എക്സൈസ് കമ്മീഷണർ ആയിരിക്കുന്ന ആ പോസ്റ്റിനെതിരെ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനം. നടത്തി കഴിഞ്ഞു. വിധിക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്, ഓർഡേഴ്സ് റിസർവ് ചെയ്തിരിക്കുകയാണ്. അത് അപ്പോൾ അങ്ങ് B. അശോക് IAS വിരമിച്ച ശേഷം വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ എലിജിബിളായ ഒരു IAS കേഡറിന് പുറത്ത് അങ്ങേ പോസ്റ്റ് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങത് എന്തായിരിക്കും അങ്ങയുടെ ഒരു? അതൊക്കെ നാളത്തെ കാര്യം. അതൊന്നും ഇപ്പോഴേ നമുക്ക് അതൊന്നും പറയാനൊക്കില്ല. ദാറ്റ് വിൽ ഓൾ ഡിപ്പെൻഡ്. അതായത് വിരമിച്ചിട്ടല്ലേ, വിരമിച്ച ശേഷം ആലോചിച്ചാൽ പോരെ. അത് പൊതുവെ നമ്മൾ കണ്ടുവരുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ
IAS ആയാലും IPS ആയാലും ഒത്തിരി ക്ലാഷുകൾ വരുന്നു. അത് പലപ്പോഴും അത് വാർത്തയായി പുറത്തു വരുന്നു. പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും ചില വാർത്തകൾ കേൾക്കുമ്പോൾ. ഏറ്റവും ഒടുവിൽ വന്നത് ഈ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവണതകൾ വരുമ്പോൾ അത് മുമ്പ് നമ്മൾ കേട്ട് കേൾവിയില്ല. ഇപ്പൊ ഇപ്പോൾ വരുന്നൊരു തലമുറയിൽ അങ്ങനെ ഒരു ഉണ്ടാകുന്നു. എനിക്ക് പിന്നാലെ വന്നവർക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്നോ അങ്ങനെ ഒരു കേസേ എനിക്കില്ല. എല്ലാ ആളുകളും പബ്ലിക് സർവീസിൽ വന്നാൽ കുറേ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളോട് പറയപ്പെടും. ബാക്കിയുള്ളത് സ്വയം പഠിക്കുന്നതാണ്. തെറ്റായ കാര്യങ്ങളും പഠിക്കും. അങ്ങേയറ്റം തെറ്റായ പ്രവണതകൾ നടക്കുന്നില്ലേ സർവീസിൽ? എത്രയോ IAS ഓഫീസേഴ്സ് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ച് IPS ഓഫീസേഴ്സ് ഇപ്പോഴും പിടിച്ചില്ലേ? ഇവിടെ പഞ്ചാബിലെവിടെയോ ഒരു DIG അറസ്റ്റ് ചെയ്ത 300 കോടിയോ 40 കോടി ക്യാഷ് 5 കോടി ഗോൾഡ് ഇതൊക്കെ അറസ്റ്റ് ചെയ്യുന്നില്ലേ? എങ്ങനെ വ്യക്തികൾ അങ്ങനെ പെരുമാറുന്നത്? മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യങ്ങളെല്ലാം തന്നെ സർവീസിനകത്ത് കാണും. എല്ലാത്തരം പ്രൊഡേറ്റേഴ്സിനെ ഞാൻ സർവീസിൽ കണ്ടിട്ടുണ്ട്. എല്ലാത്തരം പണം ആവശ്യമുള്ളവർ, സ്ത്രീകളെ ആവശ്യമുള്ളവർ, എല്ലാത്തരം അബ്യൂസസും ചെയ്യുന്നവർ, പിന്നെ എന്താ ഇപ്പം നമ്മൾ പറയുക, ഒരു മെൻ്റൽ ബാലൻസ് ഉണ്ടോ എന്ന് പോലും സംശയമുള്ള ആൾക്കാർ ഇവരെല്ലാവരും വരുന്നുണ്ട് സർവീസിനകത്ത്. നോ ഫിൽറ്റർ വാട്ട്സ് ഓവർ. ഇറ്റ് ഈസ് ദാറ്റ് ജംഗിൾ ഹാസ് എവറി ആനിമൽ ഓഫ് എവറി ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കൺസ്ട്രെയിൻസ് എല്ലാം ഉള്ളപ്പോഴാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് പ്രതിരോധിച്ച് 10-35 കൊല്ലം ഇതിനകത്ത് കഴിയേണ്ടത്. ഇരട്ട ജീവപര്യന്ത കാലം കഴിയേണ്ടത്. അതിന് ഗസ്റ്റമുള്ള ആൾ മാത്രമേ ഇതിൽ വരാവൂ. ഹൂ സെഡ് ദാറ്റ് ദി സർവീസ് ഈസ് എന്താ ബെഡ് ഓഫ് റോസസ്? ഒന്നുമല്ല. ദിവസവും 5-6 തെമ്മാടികളെ ഇടിച്ച് ഒതുക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇടിച്ച് ഒതുക്കുക എന്ന് പറഞ്ഞാൽ തല പൊക്കാത്ത രീതിയിൽ ഇടി കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അല്ല, ചിലപ്പോൾ സീനിയേഴ്സ് കാണും, ചിലപ്പോൾ ജൂനിയേഴ്സ് കാണും, ഇതെല്ലാം ഉണ്ടാവും. സൈഡിലുള്ളവർ കാണും, പോലീസുകാർ കാണും. ഇതിനുള്ള നെർവുണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ താരാട്ട് പാടുമെന്നാണോ വിചാരിക്കുന്നത് ഈ സർവീസിൽ വന്നു കഴിഞ്ഞാൽ? ഇല്ല. ഡേ 1 തൊട്ട് എല്ലാ സൈഡിൽ നിന്ന് നിങ്ങൾ സമ്മർദ്ദത്തിൽ വരികയുള്ളൂ. അത് നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരത്തെ മണ്ണരെ പോലെ ജീവിച്ചോണം. വേണ്ട, ചുപ് ചാപ്പ് ഏത് ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ സാർ എന്ന് പറഞ്ഞ് നേരെ ഇഴഞ്ഞങ്ങ് പോയിക്കോണം. അത്രേ ഉള്ളൂ. അങ്ങ് ആദ്യമായി സർവീസ് വന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രവണതകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ അതായത് ന്യൂജൻ ഒരു പുതിയ തലമുറയുടെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അത് നമ്മൾ എല്ലാ മേഖലകളിലും കാണുന്നു. പ്രവണതകൾ ഇപ്പോഴും അല്ല, എനിക്ക് ശേഷം വന്ന ജൂനിയർ ഓഫീസേഴ്സ് മറുത്തില്ലാത്തവരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരവരുടെ നിലയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിത്രയും ഒരു പക്ഷേ പുറത്തേക്ക് വന്ന് നിയമയുദ്ധങ്ങൾ നടത്താൻ അവർക്ക് റിലക്റ്റൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് നമ്മൾ വന്ന ടാസ്കിനോട് നീതി പുലർത്താൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ എല്ലാ അപജയങ്ങളും 5-10% ആളുടെ പ്രശ്നമാണ്. ഒരു 10-15% ആളേ ഉള്ളൂ വഴിവിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയും. എല്ലാ തലമുറയിലും ഉണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ. എല്ലാ ഞങ്ങൾ സർവീസ് വന്ന സമയത്തും ഇതെല്ലാം ഉണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്. പലതരം ഭീഷണികളെ അതിജീവിച്ചിട്ട് തന്നെയാണ്, പലതരം പ്രേരണകളെ അതിജീവിച്ചിട്ട് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. എല്ലാ ജനറേഷനിലും ഞങ്ങളെ ഉപദ്രവിക്കുന്ന ബോസസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ജില്ല തൊട്ടേ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഒരുപക്ഷെ എഴുതേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും മോശം രീതിയിൽ വാണിജ്യമായിട്ട് ഉപയോഗിക്കാൻ പോലും സബോർഡിനേറ്റ്സിനെ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അന്നും ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ടൂറിന് വരുമ്പം സബോർഡിനേറ്റ്സിനോട് കച്ചവടം നടത്താൻ വരുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ വിശദാംശത്തിലോട്ട് പോകുമല്ല. ഒന്ന് മരസാമാനങ്ങളോ അല്ലെങ്കിൽ ഫർണിച്ചറോ എന്തെങ്കിലും സബോർഡിനേറ്റ്സിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരോട് നോ പറഞ്ഞാണ് നമ്മൾ സർവീസിൽ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളും ഇന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ പറഞ്ഞു ഇയാൾ എന്ത് പുല്ലായിരിക്കുന്നത്. വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് അന്നേ പറഞ്ഞതാണ്. കാരണം ഞാൻ കണ്ട് ശീലിച്ചു വന്ന എൻ്റെ അച്ഛനൊരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ. അവരെല്ലാവരും അധ്യാപകരായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന ആൾ വന്നിട്ട് പിന്നെ ഉച്ചയൂടിന് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയാനുണ്ടായിരുന്ന ഹോട്ടൽ എൻ്റെ ഭാഗത്താണ്, അവിടെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ കഴിക്കാൻ പോകുന്നത്. അതിൽ കൂടുതലൊന്നും അവരനങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്ന സാധനമൊക്കെ എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങളുടെ CR എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഇത് അവരുള്ള എഴുതി വെച്ചാൽ മതി, ഇയാൾ വന്ന സാധനം കെട്ടിപ്പറിക്കാൻ കൊണ്ടുപോകേണ്ടോ എന്ന് പറഞ്ഞു. അന്ന് തന്നെ വളരെ സീനിയർ, അന്ന് സെക്രട്ടറിയുടെ പദവിയുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വരുന്നത് താങ്ങണം, അത്രയേ ഉള്ളൂ. ചുറ്റുപാടുണ്ടാകുന്ന ശത്രുക്കളുടെ എണ്ണം കൂടുന്നു, അതിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നേ ഇല്ല. ഒരു ബോധവും ഇല്ല. അവർക്ക് എന്തെങ്കിലും ശേഷിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശത്രുക്കൾക്ക്. ഇതൊക്കെ ടെമ്പററി ആയിട്ട് ഇതൊക്കെ ഒരു വിരട്ടെന്നുള്ളതിനപ്പുറം സ്ഥായിയായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രമാണം എന്ന് പറയുന്നത്, നിങ്ങൾ മെറിറ്റോറിയസ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഡിഫെൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ പല തിരിച്ചടികളും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെ ജയിക്കൂ. അതിന് യാതൊരു സംശയമില്ല. ഇന്നേ വരെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ വ്യാജ പരിപാടികളും ലൊട്ടിലൊടുക്ക് ബിസിനസ്സുകളും പിന്നെ ചെറിയ നേട്ടങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരും കുറച്ച് നേരത്തേക്ക് വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ സൈഡിൽ വീഴും.
ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ആളെ മുന്നോട്ട് പോകത്തുള്ളൂ. ദാറ്റ് ഈസ് മൈ ഫേം ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. സാധാരണ ഈ IAS ആയാലും IPS ആയാലും ആദ്യമായി സർവീസ് കയറുമ്പോൾ വലിയ ആദർശത്തോടും വലിയ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ്. കാരണം ഈ പറഞ്ഞ കണക്ക് എന്ത് കളകളുണ്ടായാലും അതിനെയൊക്കെ മുഴുവൻ പൂർണ്ണമായും പറിച്ചു കളഞ്ഞ് ആദർശശുദ്ധിയോടെ മുന്നോട്ട് പോകുന്നത്. അറ്റ്ലീസ്റ്റ് അവനവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തകരാറ് വരാതിരിക്കാനെങ്കിലും നോക്കും. അത്തരം ആവേശമൊക്കെ ഉണ്ടാകും. പയ്യെ പയ്യെ നമ്മൾ ആ ആവേശമൊക്കെ കെട്ടടങ്ങി ഈ ഒരു ട്രാക്കിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ ഈ IAS IPS ഉദ്യോഗസ്ഥർക്കിടയിൽ കാണുന്നത്. അത് ശരിക്കും അങ്ങനെ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇല്ല. ഞാൻ അന്നും ഇന്നും എന്തെങ്കിലും വാശി പിടിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അന്നും ഇന്നും എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് മസിൽ ഫ്ലെക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ വലിച്ചു മൂക്കി കയറ്റുമെന്ന് പറഞ്ഞാൽ ഒന്ന് വലിച്ചു നോക്ക്, കയറുമോ നോക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആരോടായാലും. അത് എപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ഐ എം ടെല്ലിങ് യു വെരി പ്ലെയിൻലി, പല സന്ദർഭങ്ങളിലും നമ്മളെ 10,000 മടങ്ങ് ശക്തിയുള്ള ഇപ്പോൾ നിങ്ങൾ മീഡിയ എന്താണ് ഹൈഡ്രജൻ ബോംബിൻ്റെ ശേഷിയുള്ള ആൾക്കാരെടുത്ത് നടക്കില്ല കേട്ടോ. മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടുമില്ല. അല്പം അതൃപ്തിയൊക്കെ കാണിച്ചിട്ട് ഇത് ശരിയായില്ല നന്നായില്ല ഞാൻ പറഞ്ഞു അത് ശരി പറഞ്ഞാലും നടക്കില്ല, ഐ വെരി സോറി അബൌട്ട് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാനീ പറയുന്ന ചെറിയ ആൾക്കാരുടെ കാര്യമല്ല. ഐ ഹാവ് ടോൾഡ് ദിസ് ഈവൻ ടു ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് വൺസ്. ഐ കൺസിഡർഡ് യുവർ റിക്വസ്റ്റ് കാൺ ബി ഡൺ. എന്ത് ചെയ്യാൻ, ഞാനിവിടെ തന്നെ ഇരിക്കുകയില്ലേ. വൈസ് ചാൻസലറായിട്ട് അന്നും തുടർന്നു, ഇപ്പോഴും ഇരിക്കുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല ഞാനീ പറയുന്നത്, വളരെ മുമ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു ഞാനത് പരിശോധിച്ചു, നടക്കില്ലെന്ന് അറിയിക്കുന്നേ ഖേദമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോഴുണ്ടാകുന്നൊരു പിന്നെ ഡിഫിക്കൽറ്റി അല്ലേ ഉള്ളൂ. ചെയ്യുന്നതിനേക്കാളും വലിയ അപകടമാണ് അതിലോട്ട് പോകാതിരിക്കുകയല്ലേ നല്ലത്. ഇപ്പോൾ ഈ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ വീട്ടിൽ വരെ വന്ന് ഈ SFI വിദ്യാർത്ഥി സംഘടന പ്രതിഷേധമൊക്കെ അതൊന്നും കണക്കിലെടുക്കുന്നേ ഇല്ല. ഇതൊക്കെ എൻ്റെ കൺസേൺ അല്ലല്ലോ. ഇപ്പോൾ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ആരോ വന്ന് പ്രകടനം നടത്തി, അത് അവിടുത്തെ പോലീസ് SHOയുടെയും കമ്മീഷണറുടെയും ജോലിയല്ലേ, അത് അവർ കൈകാര്യം ചെയ്തോളൂ. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്കറിയാം. കാരണം സർവീസിൽ വന്ന് അധികമാവുന്നതിന് മുമ്പ് തന്നെ വളരെ സ്പെസിഫിക് ഗ്രൗണ്ട്സിൽ ലൈഫ് ത്രെറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ സായുധത്വം ഉറപ്പാക്കി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10-15 പേരെ കൈകാര്യം ചെയ്യാൻ വേണ്ടതായിട്ടുള്ള വെടിക്കോപ്പുകൾ ഞാൻ എപ്പോഴും കരുതിയേ പറ്റുള്ളൂ. ഒരു വെപ്പൺ കൊണ്ടുപോലും പറ്റില്ല. എപ്പോഴും ഒരു ബാക്കപ്പ് വെപ്പണും കൂടി വേണ്ടി വരും. അപ്പോൾ തിര നിറച്ച ഒന്നിലധികം വെപ്പൺസ് പിന്നെ കൈ എത്തുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അങ്ങനെ ഒരു 25 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പേടിയുണ്ടാവുമോ? ഏതോ പിള്ളേരവിടെ വന്ന് എന്താ പോലെ ഉണ്ടാക്കിയിട്ട് പോകുന്ന നോബഡി വുഡ് ഈവൻ കെയർ. ഞാൻ എന്താ അവിടെ നടക്കുന്നത്? അപ്പം ഞാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു വീടിനുള്ളിൽ പ്രവേശിക്കരുത്. എന്തുകൊണ്ട്? വീടിനുള്ളിൽ ഇവർ പ്രവേശിച്ചാൽ എനിക്ക് അവരെ ഓർത്ത് പേടിയുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇറ്റ്സ് എ പ്രെറ്റി ഗാർഡഡ് വെപ്പണൈസ്ഡ് പ്ലേസ്. കുട്ടികളല്ലേ അവർ. ഒരു കടന്നാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഇൻ ദാറ്റ് സെൻസ് ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഡിഫെൻഡ് ചെയ്യും. അതിന് സംശയമുണ്ടോ കാര്യത്തിൽ? എവിടെയെങ്കിലും ഒരു സത്യം നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിലൊരു സത്യം അല്ലെങ്കിൽ നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ പോരാടുക, വിജയം നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും എന്ന് പറയുന്ന അങ്ങയുടെ ആ ഒരു രീതി അല്ലെങ്കിൽ അങ്ങയുടെ ആ ഒരു പ്രിൻസിപ്പിൾ അങ്ങക്ക് ജൂനിയറായി വരുന്ന ഉദ്യോഗസ്ഥരോടും അങ്ങ് ആ രീതിയിൽ തന്നെ ആ മെസ്സേജ് പാസ് ചെയ്യാം. അങ്ങനെ ഒരു ആഹ്വാനം കൊടുക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിതുപോലെയാണ്. എനിക്കറിയാവുന്ന രീതിയിൽ എന്നോട് ചോദിക്കുന്നവരോട് ആ പെർട്ടനൻ്റ് ഇഷ്യൂ അവർ കൊണ്ടുവരുന്ന വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ അങ്ങനെ ആഹ്വാനം കൊടുക്കേണ്ട, അവരെല്ലാം സ്വന്തം ചിന്തയും അവരുടേതായ അനാലിസിസും ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ. പിന്നെ എല്ലാവരും ഒരുപോലെ പ്രകടിപ്പിക്കില്ല. ഒരുപാട് പേര് സഹിക്കും. ഇതിനകത്ത് വന്ന് പെട്ടുപോയതല്ലേ. ഇപ്പം നമ്മൾ വളരെ പ്രഡേറ്ററി ആയിട്ടുള്ള ഒരു ബോസിനെ കിട്ടുക, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇതൊക്കെ സർവീസിൽ ഒരു സമയത്ത് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി, അപ്പോൾ അദ്ദേഹം നിരവധി ജൂനിയർ ആയിട്ടുള്ള അന്ന് ഞാൻ അസോസിയേഷൻ ഭാരവാഹിയായിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് സ്പെസിഫിക്കായ പരാതികൾ പറഞ്ഞു. ഇത് വളരെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ആൾക്കാർക്ക് പലതരം രോഗങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് അധികാരം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പലതരം അസുഖങ്ങളും പിടിപെടും. അത് നമ്മളറിയില്ല. അപ്പോൾ ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വനിതാ ഉദ്യോഗസ്ഥർ പിന്നെ ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് പ്രൈയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കഷ്ടപ്പെടുത്തുക. നേരിട്ട് ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ ലീവ് ഗ്രാൻറ്റ് ചെയ്യൂ. ഇനിയിപ്പോൾ പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസിൽ, ഇതൊക്കെ IASകാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പരീക്ഷയൊക്കെ എഴുതി ജയിച്ച് ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ട് വരുന്ന ആളുടെ കാര്യം ഞാൻ പറയുന്നത്. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു, അതിനകത്ത് എഴുതി ഐ ഹാവ് സം പ്രൈവറ്റ് അഫയേഴ്സ് ടു അറ്റൻഡ് ടു. അല്ല, ഈ പ്രൈവറ്റ് അഫയേഴ്സ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി തരണം. അപ്പോൾ അവരൊരു സ്വകാര്യത ആവശ്യമുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്. ചോദിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ പ്രൈവറ്റ് അഫയേഴ്സിന് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രൈവറ്റ് കാര്യമെന്ന് എനിക്ക് വിശദമായൊരു കുറിപ്പ് വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കാണിച്ചു.
ഞാൻ കുറിപ്പ് എടുത്തുകൊണ്ട് അന്ന് എന്നേക്കാൾ 10-15 കൊല്ലം സീനിയർ ആയിരുന്നു അന്നത്തെ ഓഫീസറുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, വൈ ഡു യു വാണ്ട് ടു നോ അബൌട്ട് ദിസ് പ്രൈവറ്റ് അഫയേഴ്സ് ചോദിക്കുന്നു. അല്ല, അത് ഐ വാണ്ട് ടു നോ. ഐ സെഡ് യു ഡോണ്ട് നീഡ് ടു നോ ആൻഡ് യു ഷാൽ നോട്ട് ആസ്ക് ദിസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാനും പാടില്ല, നിങ്ങൾ ആവശ്യപ്പെടാനും പാടില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇനി ഫർദറായിട്ട് ചോദിച്ചത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ യു പറഞ്ഞു. അപ്പോൾ ഞാൻ ദെൻ ഓക്കെ. അത്ര. അപ്പോൾ അതൊരു ചെറിയൊരു മാനസിക രോഗമാണ്. പ്രായത്തിൽ കുറഞ്ഞ ഒരു പെൺകുട്ടി മുന്നിൽ വന്നു കഴിയുമ്പോൾ അവരെ ഏറ്റവും തട്ടിക്കളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അധികാരത്തിൻ്റെ ചില എന്താ പറയുക ഈ അബ്യൂസസ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്, സർവീസിലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അത് നിങ്ങൾ ടോളറേറ്റ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കണം. ആദ്യം തന്നെ എടുത്തൊരു ഇറങ്ങി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് വീണിട്ട് എഴുന്നേറ്റ് ഓക്കെ സോറി എവരിതിങ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞാൽ പോയിക്കോളൂ. അത്ര വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ചില ആൾക്കാർ പിന്നെ ദേ വിൽ സ്റ്റാർട്ട് ടോളറേറ്റിംഗ് ദെൻ ദേ വിൽ ഗെറ്റ് ഇൻ ടു ട്രബിൾ. അത്രേ ഉള്ളൂ. ആണ് എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് IASകാർക്കിടയിൽ. ഒരുപാട് പോസ്റ്റിൽ നിന്ന് പിന്നെ ബുദ്ധിമുട്ടുകൾ വന്ന് ലോങ് ലീവ് എടുത്തു പോയ ആൾക്കാരുണ്ട്, സ്വയം മാനസിക പ്രശ്നങ്ങളിൽപ്പെട്ടവരുണ്ട്. ഇതൊന്നും ആൾക്കാർ തുറന്ന് സംസാരിച്ചെന്നിരിക്കത്തില്ല. മെൻ്റൽ ടെൻഷൻസ് വന്നു പോയവരുണ്ട്. ചിലർ ഓഫീസിലെ ടെൻഷനും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ പ്രശ്നങ്ങളായ ആളുകളുണ്ട്. എല്ലാവരെ കൊണ്ട് സഹിക്കാനൊന്നും നോക്കത്തില്ല. പൊതുവിൽ തന്നെ പബ്ലിക് സർവീസിൽ നമ്മൾ രാപകലെന്നില്ലാതെ അതൃപ്തികളായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ഓഫീസിൽ വന്നാൽ പോകുന്ന സമയം വരെ particularly all that you hear will be in general in a negative tone. നിങ്ങളത് ചെയ്ത് കിട്ടിയില്ല, ഇത് ചെയ്ത് കിട്ടിയില്ല, അങ്ങനെ ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇല്ല. ഞാൻ പലരോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇല്ല ഗുല്ല എന്താണ് കേസ് എന്ന് ചോദിക്കാറുണ്ട്. അല്ല ഇല്ല ഗുല്ല വയ്യ ഏതാ കേസ് ചോദിക്കാറുണ്ട്. അതാണ് കേസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ സപ്പോർട്ട് സിസ്റ്റം കൂടെ വീക്കായ എന്തായിരിക്കും? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രഡേറ്ററി ആയിട്ടുള്ളൊരു കൊലീഗും കൂടെ വന്ന് കയറി അങ്ങനെ ഇരിക്കും. നിങ്ങളെ ഹറാസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ബുള്ളീസ് ഉണ്ടല്ലോ, ഈ ബുള്ളി ത്രൂ ദ സബോർഡിനേറ്റ്സ്. ഇത് കാണിക്കുന്ന ഒരാൾ, ഫെയർ അല്ലാതെ കാണിക്കുന്ന ഒരാൾ കൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെല്ലാം സഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം സിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് നോട്ട് ഫോർ ദ ഫെയിൻറ്റ് ഹാർട്ടഡ്, ഫോർ ദ ചിക്കൻ ഹാർട്ടഡ്. നിങ്ങൾ IAS എഴുതാൻ നിൽക്കുമ്പോൾ പലരും വിചാരിക്കുന്ന IAS ആയി കഴിഞ്ഞാൽ ഇനി നാട്ടുകാരെ പേടിക്കേണ്ടെന്നാണ്. IASനകത്ത് വന്നാലേ അറിയാവൂ ഇതിനകത്ത് സിസ്റ്റം എന്താണെന്ന്. ശരി, ഇത്തരം സന്ദർഭങ്ങളിൽ ഈ മന്ത്രിമാർക്ക്, അങ്ങയുടെ വകുപ്പിലെ മന്ത്രിമാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഏതെങ്കിലും രീതിയിൽ ഒരു ജാഗ്രതയോ ഒരു കരുതലോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മെൻ്റൽ സപ്പോർട്ടൊക്കെ കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടുന്ന സന്ദർഭമുണ്ട്, കിട്ടാത്ത സന്ദർഭമുണ്ട്. കിട്ടുന്ന സന്ദർഭമുണ്ട്. പലപ്പോഴും പല നല്ല മിനിസ്റ്റേഴ്സ് ഇല്ല. സാധാരണഗതിയിൽ കംപ്ലൈൻറ്റുമായിട്ട് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ഹെൽപ്ഫുള്ളാണ് ഇൻ ജനറൽ. ഞാനൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഓൺ ആൻ ആവറേജ്, ഞാൻ സത്യം നിങ്ങളോട് പറയാം, ഓൺ ആൻ ആവറേജ് politicians are better people than civil servants. On an average, I am telling you, because see, അവർക്ക് എന്തൊക്കെ ദോഷം നിങ്ങളുണ്ടെന്ന് രാഷ്ട്രീയക്കാർ പറഞ്ഞാലും അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ലൊരു മുഖം കാണിച്ചെങ്കിലേ നോക്കൂ. 5 കൊല്ലം കൂടുമ്പോൾ അവർക്ക് അവരുടെ മണ്ഡലത്തിൽ പോയിട്ട് ഒരു ഭൂരിപക്ഷം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർ ജനങ്ങൾ ഒരാളുടെ വേദന, നിങ്ങൾക്കൊരു ജെന്യൂനായിട്ടുള്ളൊരു വിഷമമുണ്ടെന്ന് വെച്ചോ, ഈ വിഷമം ചെന്ന് നിങ്ങൾ ഒരു 3 സിവിൽ സർവൻസിൻ്റെ അടുത്തും 3 രാഷ്ട്രീയക്കാരുടെ അടുത്തും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ കാര്യം കൂടുതൽ മനസ്സിലാക്കും, ഇൻഡെപ്തി മനസ്സിലാക്കും. ഈ സിവിൽ സർവൻസ് മനസ്സിലാക്കുന്നതായിട്ട് ഭാവിക്കും, പക്ഷെ അവർക്കത് ഒരിക്കലും മനസ്സിലാകത്തില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻ ജനറൽ ദേ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഓഫ് അനദർ പേഴ്സൺ. അതിൻ്റെ ഒരു വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ അത് പക്ഷെ അതേസമയം പ്രതികാരം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. മോശം ആൾക്കാർ എല്ലാ ഫീൽഡിലും ഉണ്ടാവുമല്ലോ, എവിടെയില്ലാത്തത്. ഇപ്പോൾ ഈ സർവീസിനിടയിൽ കംഫർട്ടബിളായി തോന്നിയിട്ടുള്ള നിങ്ങൾ മുഖ്യമന്ത്രിയോ നിങ്ങൾ മന്ത്രിമാരോ എനിക്ക് പേരെടുത്ത് പറയാൻ ആഗ്രഹമുള്ള എല്ലാവരുമായിട്ടും കംഫർട്ടബിൾ ആണല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടായി, എനിക്ക് അനുകൂലമായും പ്രതികൂലമായും പല ഡിസിഷൻസ് അവരെടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നും അവരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഈസ് ഓർ അണീസായിട്ട് നമ്മൾ എടുത്തിട്ടേ ഇല്ല. കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുള്ളതുണ്ട്. ചിലർ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തോളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് പോലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ചിലർ കുറച്ചുകൂടെ എലൂഫായിരിക്കും. അതൊക്കെ അവരുടെ ഒരു സ്റ്റൈൽ എന്നുള്ളതിനപ്പുറം ഒരു ബുദ്ധിമുട്ടുമില്ല. വി ഹാവ് വർക്ക് നൈസ്ലി. ബേസിക്കലി ഐ ഹാവ് ഗിവൺ മൈ ബെസ്റ്റ് ടു ഓൾ ഓഫ് ദം. 5-6 മുഖ്യമന്ത്രിമാരായി 5-6 പേർക്കും കൃത്യമായിട്ടുള്ള എൻ്റെ ബോധ്യത്തിൽ വരുന്ന അഡ്വൈസും എൻ്റെ ബെസ്റ്റ് എഫേർട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പ്രത്യേകിച്ചൊരു നിങ്ങൾ പറയുക, ഒരു പ്രതിരോധിക്കുന്നവനോ അല്ലെങ്കിൽ ദിവസവും ഒരു പോരാട്ടത്തിന് രാവിലെ ഇന്നാരെങ്കിലുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കളയെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ മുന്നിൽ വന്ന് പെടുമ്പോൾ നമുക്ക് തിരുത്തി പോകേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഡാമേജ് വളരെ സീരിയസ് ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഒരു ഗവൺമെൻറ് സർവൻറ്റിന് TDBയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനത് ചലഞ്ച് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് ആ സ്ഥാപനത്തിൻ്റെ ഭാവിയും കൂടി
കണക്കിലെടുത്തിട്ടാണ്, അല്ലാതെ എക്സ് ഓർ വൈ എന്നുള്ളൊരു ഇഷ്യൂ അല്ല അവിടെ. അപ്പോൾ ഇപ്പോൾ ഒരു അയോഗ്യത വന്നു, അടുത്തത് ഇതിനേക്കാൾ അയോഗ്യതയുള്ള ആളിനെ ഇനി വരുന്ന ആൾക്കാരെ നിയമിക്കും ഭാവിയിൽ. അപ്പോൾ എങ്ങനെ ശരിയാവുന്നത്? ഈ സർവീസിലൂടെ നീളം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ചീഫ് സെക്രട്ടറി മേലുദ്യോഗസ്ഥൻ്റെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അത് ഓർത്ത് പറയാനായിട്ട് ഇനി പറയുമ്പോൾ ആരെങ്കിലും വിട്ടുപോകുന്നത് ശരിയല്ല. ധാരാളം ആൾക്കാരുണ്ട്. സർവീസ് എപ്പോഴും ഗ്ലൂമി ഡാർക്കായിട്ടുള്ള ഒരു സ്ഫിയർ അല്ല. അവിടെ നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്, ധാരാളമായിട്ട് പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴും ഇന്നിപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം എന്നെ വിളിച്ച 3-4 എക്സ് ചീഫ് സെക്രട്ടറിമാരുണ്ട്, കമൻറ്റിങ് ഓൺ വാട്ട് ഹാപ്പൻഡ് ആൻഡ് വാട്ട്. അവരുമായിട്ടെല്ലാം നല്ല സമ്പർക്കത്തിലാണ്. ഈ പറയുന്ന മാതിരി പ്രൊഡേറ്ററി ആയിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.